ഡൽഹി കിടക്കുന്ന നീറ്റ് പ്രൊട്ടസ്റ്റിന് പ്രതികരിക്കാൻ ഇവിടുന്ന് വണ്ടിയും കയറിപ്പോയി. നമ്മുടെ നാട്ടിൽ നടക്കുന്ന PSC പരീക്ഷയെ കുറിച്ച് ഒരു തിരിഞ്ഞു നോക്കിയില്ല. എല്ലാ വർഷവും കുറെ ആൾക്കാരാണ് ഈ PSC പരീക്ഷ എഴുതുന്നത്. ഒരു ജോലി കിട്ടും, ഒരു ഗവൺമെന്റ് ജോലി കിട്ടും വിശ്വസിക്കുന്നത്. പിന്നെ എന്തിനാണ് അവർ ഇത്രയും ബുദ്ധിമുട്ടി പഠിച്ച് പരീക്ഷ എഴുതുന്നത്? ഡിസംബറിൽ ഇവർ അടുത്ത PSC എക്സാമിനേഷന്റെ കോൾ ഔട്ട് എന്നൊക്കെ പറയില്ലേ, അവർ ആ കോൾ ഔട്ട് ചെയ്താൽ, ആ പരീക്ഷയും നടത്തിയാൽ ഈ വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടക്കുന്ന സ്റ്റുഡൻസിന്റെ നമ്പർ ഇനിയും കൂടത്തേ ഉള്ളൂ. ഈ ഒരു പ്രശ്നം കേരളത്തിൽ മാത്രം നടക്കുന്ന പ്രശ്നമല്ല, ഇന്ത്യയിൽ തന്നെ യുവജനതയ്ക്ക് ജോലികൾ കിട്ടാത്തൊരു സിറ്റുവേഷൻ ആണ്. 1.30 ഒരു ടീച്ചറിന് 30 സ്റ്റുഡൻസ് എന്ന റേഷ്യോയിലാണ് ഇപ്പോൾ. വർഷങ്ങൾ പഠിച്ചിട്ടാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. അധ്യാപകരാകാനായിട്ട് ആഗ്രഹിച്ച് വന്ന ആൾക്കാരുടെ ഒരു അവസ്ഥയാണ്. രാപ്പകൽ നിരാഹാര സമരമാണ്. But if you think me talking about it is going to make a difference for your life, I'm happy to, because this is again about education. Hey people, welcome back to RH Factor. This is my take. Okay, so എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ്, I think last week or something, ഇന്ത്യ ഒട്ടാകെ നോട്ടീസ് ചെയ്ത നീറ്റ് പേപ്പർ ലീക്സിൻ്റെ ഒരു പ്രൊട്ടസ്റ്റിന് ഞാൻ പോയിരുന്നു. അത് കണ്ട് കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ചു. പ്രൊട്ടസ്റ്റ് വൻ വിജയമായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ റിസൈൻ ചെയ്തു. കൊച്ചുങ്ങൾക്ക് അവരുടെ ആഗ്രഹമായിട്ടുള്ള എല്ലാ ഡിമാൻഡ്സും അവർ മീറ്റ് ചെയ്തു, വിച്ച് ഇസ് അവരുടെ ഫാമിലീസിന് 1 കോടി രൂപ കൊടുക്കാമെന്ന് സമ്മതിച്ചു. ആൻഡ് സോനം വാങ്ചുക്കായിട്ട് സംവാദം നടന്നു. ആൻഡ് ഈ ഒരു പ്രൊട്ടസ്റ്റിനോട് സംബന്ധിച്ച് അറസ്റ്റായ കുട്ടികൾക്കൊക്കെ അവരെ വെറുതെ വിടാം എന്ന ഒരു സംഭവമൊക്കെ നടന്നതൊക്കെ സെറ്റായി. ഈ ഒരു പ്രൊട്ടസ്റ്റ് നടന്നു കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തി ആ സമയത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഡൽഹി കിടക്കുന്ന നീറ്റ് പ്രൊട്ടസ്റ്റിന് പ്രതികരിക്കാൻ ഇവിടുന്ന് വണ്ടിയും കയറിപ്പോയി, നമ്മുടെ നാട്ടിൽ നടക്കുന്ന PSC പരീക്ഷയെ കുറിച്ച് നോക്കിയില്ല എന്ന് കുറേ രീതിയിൽ വ്യത്യസ്ത ഭാഷകളിൽ ഉള്ള കോമൻസ് ഞാൻ കണ്ടു. കോമൻസ് ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല, ബിക്കോസ് അത് വന്നത് വളരെ ഒരു അഗ്രസീവ്, ഒരു എന്താ പറയുക, മറ്റൊരു ടോണാലിറ്റിയിലാണ്. നമുക്ക് വായിക്കുമ്പോൾ അറിയാമല്ലോ ഇത് അയക്കുന്ന ആളുടെ ഉദ്ദേശം. നമുക്കും ദൈവം കുറച്ച് ബുദ്ധിയൊക്കെ തന്നിട്ടുണ്ടല്ലോ. അപ്പം കുറേ സാധനമൊക്കെ ഞാനിത് എന്താണെന്ന് പോലും ഞാൻ നോക്കിയിട്ട് പോലുമില്ല, ബിക്കോസ് ഇറ്റ് കെയിം ഫ്രം എ പ്ലേസ് ഓഫ് ഹേട്രിഡിൽ നിന്ന് വരുമ്പം ഇറ്റ് ഡസൻറ്റ് എന്നെ തൊടത്തില്ല. ബിക്കോസ് ലൈക്ക് ഐ സെഡ്, നമുക്ക് സംസാരിക്കണമെങ്കിൽ നമ്മൾ മാന്യമായി സംസാരിക്കണം, അല്ലെങ്കിൽ പോയിന്റ് പറഞ്ഞ് സംസാരിക്കണം. ഒരിടത്ത് പോയി എന്ന് വെച്ച് മറ്റൊരിടത്ത് പോകണം എന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല. ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞ് മറ്റൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ആരും പറഞ്ഞിട്ടില്ല. എനിക്കിഷ്ടമുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കും. അതാണ് ഈ ഒരു ഡെമോക്രസിയുടെ ഒരു ഇത്. മനസ്സിലായില്ലേ? എൻ്റെ ഇത് അതൊക്കെ തന്നെയാണ്. നൗ ഈ PSC പരീക്ഷ സത്യം പറഞ്ഞാൽ ഓഫ്കോഴ്സ് ജനറലൈസ് ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ കൂടുതൽ പഠിച്ചിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഈ PSC പരീക്ഷ എന്ന് കുറേ ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് വളരെ നെഗറ്റീവ് രീതിയിൽ വന്നപ്പോൾ ഞാനതേ മൈൻഡ് പോലും ചെയ്തില്ല. ആ സമയത്ത് ഐ വാസ് ലൈക്ക്, വാട്ട് ഇസ് ദിസ്? ഒരു കാര്യത്തിന് സീരിയസ്ലി നമ്മൾ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനത്തിന് പ്രശ്നം നടക്കുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഞാൻ മുന്നിൽ ഇറങ്ങിയപ്പം കുറേ കളേർഡ് ആയിട്ടുള്ള കുറേ സംഭവം വന്നു. പിന്നെ ഈ മറ്റേ പ്രൊട്ടസ്റ്റൊക്കെ കഴിഞ്ഞ് ഈ PSC പരീക്ഷ എന്താണ് സംഭവം എന്ന് ഞാൻ ഇരുന്നു. എനിക്ക് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഐ സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഇൻ ടു ഇറ്റ്. പിന്നെ എൻ്റെ പേഴ്സണൽ മെസ്സേജസ് ഒക്കെ ഞാൻ അപ്പോഴാണ് തുറക്കുന്നത്. അതുവരെ ഞാൻ ഈ മറ്റേ പ്രൊട്ടസ്റ്റിനെ പുറകെയായിരുന്നു. അപ്പോൾ ഞാൻ പിടിച്ചിരിക്കുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു എനിക്ക്, ബിക്കോസ് ഐ വാസ് ഇൻവോൾവ്ഡ് ഇൻ ഇറ്റ് ഫുള്ളി. പ്രൊട്ടസ്റ്റൊക്കെ ജയിച്ച് എന്ന കാര്യം കേട്ടപ്പോൾ ഒക്കെ കുറച്ച് സമയം കിട്ടി. സമാധാനത്തോടെ നോക്കിയപ്പോഴാണ് എൻ്റെ DMസിലേക്ക് ഐ ഗോട്ട് എ ലോട്ട് ഓഫ് മെസ്സേജസ് ഫ്രം സ്റ്റുഡൻസ് who wrote this PSC പരീക്ഷ എഴുതിയ സ്റ്റുഡൻസ് ഒക്കെ. ആൻഡ് ഇതിൻ്റെ ടോണാലിറ്റി ഭയങ്കര വ്യത്യസ്തമായിരുന്നു. അവർ എഴുതിയ രീതി, ഇറ്റ് കെയിം ഫ്രം എ പ്ലേസ് ഓഫ് ഹെൽപ്ലെസ്നെസ്. എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ആ ഇഷ്യൂവിന് അവർക്കൊരു സൊല്യൂഷൻ ചെയ്യാൻ കിട്ടാൻ പറ്റിയിട്ടില്ല. ആൻഡ് എന്ത് കാരണം കൊണ്ടാണെന്നിരിക്കില്ല, ഫോർ സം റീസൺ ദേ ബിലീവ്ഡ് ദാറ്റ് എൻ്റെ ശബ്ദം, മൈ വോയിസ് വിൽ മേക്ക് എ ഡിഫറൻസ്. അത് ഈ ഒരു പ്രൊട്ടസ്റ്റിന് പോയി അതിങ്ങനെ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തോ കാരണം കൊണ്ട് ഈ കൊച്ചുങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇപ്പോഴും ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവോ ഇല്ലയോ എന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഓക്കെ, ഐ ഡോണ്ട് നോ. But if you think me talking about it is going to make a difference for your life, I'm happy to, because this is again about education. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ PSC പരീക്ഷ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോയി. ഞാൻ അതിനെക്കുറിച്ച് കണ്ടുപിടിച്ചത്, ഞാനിത് കുറച്ചൊക്കെ വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇത് വേറൊരു ടൈപ്പ് ഓഫ് എക്സാമിനേഷനാണ്. നീറ്റ് എന്ന് പറയുന്നത് ഇന്ത്യ മൊത്തം ഡോക്ടേഴ്സിന് വേണ്ടി നടത്തുന്ന ഒരു എക്സാമിനേഷൻ പേപ്പറാണ്. അതിൽ മലയാളികളും 1-2 ലക്ഷം ആൾക്കാർ ഈ പരീക്ഷ എല്ലാ വർഷവും എഴുതുന്നുണ്ട്. കുറേ
അതുപോലും അറിയില്ല. അവരുടെ വിചാരം നീറ്റ് ഡൽഹിയിൽ മാത്രം നടക്കുന്ന ഒരു എക്സാമിനേഷൻ പരീക്ഷാ പേപ്പറാണെന്നാണ്. അങ്ങനെയല്ല ബ്രോ, ഇത് ഇന്ത്യയിൽ മൊത്തം ഡോക്ടേഴ്സിന് വേണ്ടി നടത്തുന്ന ഒരു നാഷണൽ ഏജൻസി ടെസ്റ്റാണ്. അതിൻ്റെ റിസൾട്ട് നമ്മളെ നാട്ടുകാരും മലയാളികളെയും വലിയ രീതിയിൽ അത് ബാധിക്കും. ബിക്കോസ് എല്ലാവരുടെ വീട്ടിലും എല്ലാവർക്കും മക്കളെ ഡോക്ടറാക്കണമല്ലോ. അതുകൊണ്ട് എനിവേ അത് മാറ്റി വെക്കട്ടെ. PSC പരീക്ഷ നടത്തുന്നത് 18-40 വയസ്സിൽ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്. ഓക്കെ, അത് എഡ്യൂക്കേഷൻ മാത്രമല്ല ജോലിക്ക് വേണ്ടിയുള്ള ഒരു സംഭവമാണ്. അത് കുറേ ടൈപ്പ് ഓഫ് പരീക്ഷകളുണ്ട്. അപ്പോൾ ഒരു 5-8 ലക്ഷം ആൾക്കാർ ഈ പരീക്ഷ എഴുതുന്നുണ്ട് കേരളത്തിൽ. പക്ഷേ എക്സാംസ് 56 ലക്ഷത്തിനടുത്തൊക്കെ എത്തും. എന്ന് പറഞ്ഞാൽ ഒരു കാറ്റഗറിയിൽ മാത്രമല്ല, എല്ലാ കാറ്റഗറിയിലും UPSC, LPSC, പിന്നെ വേറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതെന്ന് എനിക്ക് മനസ്സിലായി. ഇതാണ് എനിക്കൊരു നട്ട്ഷെല്ലിൽ മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ജോലി, സ്കൂൾസിലുള്ള ജോലി, കോളേജസ്, ഗവൺമെൻറ് കോളേജസ്, അങ്ങനത്തെയൊക്കെയുള്ള ജോലിയാണ് ഇതിൻ്റെ സംഭവം. സോ ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയി പോയപ്പോൾ ഞാൻ വിചാരിച്ചു സ്ട്രൈക്ക് നടക്കുകയാണല്ലോ, നമുക്ക് അവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് കുറച്ച് നേരത്തെ സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ കുറേ ആൾക്കാരുടെ അടുത്ത് അങ്ങനെയാണ് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടത്. ഓക്കെ, ആ പോസ്റ്റ് ഇട്ടപ്പം അൺബിലീവബിൾ ആയിട്ടുള്ള റെസ്പോൺസ് ആണ് ആ പോസ്റ്റിൽ വന്നത്. ബിക്കോസ് നമ്മളൊരു കാര്യത്തെക്കുറിച്ച്, അറിയില്ലാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് കണ്ടുപിടിക്കണം. ഡൽഹി പ്രൊട്ടസ്റ്റിനെ കുറിച്ച് ഇനഫ് ഇൻഫർമേഷൻ ഓൺലൈൻ ഉണ്ടായിരുന്നു. ബിക്കോസ് അവരുടെ സോഷ്യൽ മീഡിയ ഗെയിം വാസ് സൂപ്പർ സ്ട്രോങ്. PSC പരീക്ഷയെക്കുറിച്ച് എത്തിയപ്പം ഞാൻ ആകെ കണ്ട പോസ്റ്റുകളിൽ ഞങ്ങളാരെ ഹെൽപ്പ് ചെയ്യുന്നില്ല, ഇതൊക്കെയാണ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ്. അതിപ്പോഴും വന്നതാണ്, റീസെൻ്റ്ലി വന്ന കുറച്ച് പോസ്റ്റാണ് ഞാൻ കണ്ടത്. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഫർമേഷൻ ഇല്ല, എന്താണ് ശരിക്കുമുള്ള പ്രശ്നം, എന്താണ് ഇതിൻ്റെ ഹിസ്റ്ററി. ആ ഒരു റീച്ച് എത്തണമെങ്കിൽ വി നീഡ് ഫാക്ച്വൽ ഇൻഫർമേഷൻ. അതുകൊണ്ട് ഐ ഹാഡ് നോ ചോയ്സ്. അതുകൊണ്ടാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടത്. ഞാൻ എൻ്റെതായ രീതിയിൽ നോക്കിയപ്പോൾ എനിക്ക് ഐ ഡിഡ് നോട്ട് ഗെറ്റ് ഇനഫ്. ഓക്കെ, അങ്ങനെ പോസ്റ്റ് ഇട്ടപ്പം കുറേ ആൾക്കാർ റെസ്പോണ്ട് ചെയ്തു. യു കൻ സീ ഇറ്റ്, അൺബിലീവബിൾ റെസ്പോൺസ് ആയിരുന്നു. അതും ഇതിൻ്റെ ലീഡർഷിപ്പിൽ തലത്തിലിരിക്കുന്ന ആൾക്കാർ റെസ്പോണ്ട് ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് LPSC, ഓക്കെ, അവരുടെ സ്ട്രൈക്കാണ് അവിടെ നടക്കുന്നത്. മെയിനായിട്ട് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് വ്യത്യസ്തമായ രീതിയിൽ അവർ ഈ സ്ട്രൈക്സ് ഒക്കെ ചെയ്തു. മണ്ണ് വാരി തിന്നുന്നു, മുട്ടിലെഴയുന്നു, പലതരമായ രീതിയിൽ. അതിന് കുറച്ച് ദിവസം മുമ്പ് അവർ മീറ്റ് ചെയ്തു എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനെ എന്നാണ് ഞാൻ കേട്ടത്. എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണോ വേറെ മിനിസ്റ്ററാണോ ഐ എം നോട്ട് ഷുവർ. അവരെന്തോ വാഗ്ദാനങ്ങളും നൽകി, പക്ഷെ എന്നിട്ടും ഒന്നും ആയില്ല. ഇതാണ് എനിക്ക് ഇന്നത്തെ കിട്ടിയിരിക്കുന്ന നട്ട്ഷെൽ. പിന്നെ ഞാൻ വീണ്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി. ഓക്കെ, ഓരോ ആൾക്കാരും എനിക്ക് മെസ്സേജസ് അയക്കുന്നു, ഞാൻ അവർക്ക് ക്വസ്റ്റ്യനർ അയക്കുന്നു. ബിക്കോസ് കണ്ടുപിടിക്കണമല്ലോ എന്താണ് ഇതിൻ്റെ റൂട്ട്. പിന്നെ എനിക്ക് മനസ്സിലായത് ഇവരെല്ലാം വ്യത്യസ്തമായിട്ടാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. UPSC അവരുടെ ഇടയ്ക്ക് ഒന്ന് സ്ട്രൈക്ക് ചെയ്ത് പോയി. LPSC ആണ് അവിടെ മെയിനായിട്ട് ചെയ്യുന്നത്. ഇവരൊക്കെ റാങ്ക് ഹോൾഡേഴ്സ് ആണ്. ഈ ലിസ്റ്റിൽ കഴിഞ്ഞ ഐ തിങ്ക് എത്രയോ നാൾ മുമ്പ് എഴുതിയൊരു എക്സാമിനേഷനാണ്. ദിസ് ഇസ് ദ പ്രോബ്ലം. ഓക്കെ, ആർക്കും ജോലി കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. ഈ ഒരു പ്രശ്നം കേരളത്തിൽ മാത്രം നടക്കുന്ന പ്രശ്നമല്ല, ഇന്ത്യയിൽ തന്നെ യുവജനതയ്ക്ക് ജോലികൾ കിട്ടാത്തൊരു സിറ്റുവേഷൻ ആണ്. ബിക്കോസ് അത്രയും അധികം ആൾക്കാരാണ് ഓരോ ജോലികൾക്കും പിന്നിൽ. പിന്നെ PSC പരീക്ഷ പാസ് ചെയ്താൽ നമുക്ക് ഗവൺമെൻറ് ജോലി കിട്ടും. ആൻഡ് ഗവൺമെൻറ് ജോലിക്ക് ഒരു വാല്യൂ ഉണ്ട് കേരളത്തിൽ, മറ്റിടത്തും ഉണ്ടാവും അല്ലേ. എല്ലായിടത്തും ഗവൺമെൻറ് ജോലിക്ക് ഒരു വാല്യൂ ഉണ്ട്. എന്തുകൊണ്ടാണ് ആ വാല്യൂ ഉള്ളത്? ബിക്കോസ് റിട്ടയർ ചെയ്താലും നമുക്ക് റെഗുലർലി ഒരു ഇൻകം വരും. അതായിരിക്കണം എന്നാണ് എൻ്റെ ഊഹം. അത് മാത്രമല്ല, ഒരു ടീച്ചർ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലിയിൽ എന്ത് ജോലി ആയാലും അത് യു ആർ സേഫ് ഫോർ ലൈഫ്, യു ആർ ടേക്കൺ കെയർ ഓഫ് ഫോർ ലൈഫ്. അപ്പോൾ ആ കാര്യം ഇപ്പോൾ ഒരു വിവാഹാലോചനയ്ക്കാണെങ്കിലും ഒരു എന്താ പറയുക അഡ്മിഷൻ ആണെങ്കിലും ഐ തിങ്ക് ഇങ്ങനെ ഒരു സൊസൈറ്റിക്ക് ഭയങ്കര വെയിറ്റ് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ ഗവൺമെൻറ് ജോലി. പണ്ട് കാലത്തുള്ള സംഭവമാണ്. ഓക്കെ, കാലം മാറി, കാര്യങ്ങൾ മാറി, ഒക്കെ ഉണ്ട്. പക്ഷെ ഇതാണ് ആ സിസ്റ്റം. ഞാനതിനെ അംഗീകരിക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് ദിസ് ഇസ് ദ ഫാക്ട്. സോ ഈ ജോലി കിട്ടാത്തത് ഒരു വലിയ പ്രോബ്ലമാണ്. എന്തുകൊണ്ടാണ് ഈ ജോലി കിട്ടാത്തത് എന്ന് പിന്നെ ഞാൻ നോക്കിപ്പോയി. ജോലി കിട്ടാത്തതിന് കാരണം സ്കൂളിൽ കുട്ടികളില്ല. ഈ ഗവൺമെൻറ് സ്കൂൾസിൽ ഒന്നും കുട്ടികൾ പോകുന്നില്ല. ഒരു പോയിന്റ് അതാണ്, ഗവൺമെൻറ് സ്കൂൾസിലേക്ക് കുട്ടികൾ പോകുന്നില്ല. ബിക്കോസ് കുട്ടികളുടെ പേരൻസ് പ്രിഫർ ടു സെൻഡ് ദം ടു പ്രൈവറ്റ് സ്കൂൾസ്. ഓക്കെ, വൺ പ്രോബ്ലം. രണ്ടാമത്തെ പ്രശ്നം ദാറ്റ് ഐ നോട്ടിസ്ഡ് വാസ് ദാറ്റ് ഈ എക്സാമിനേഷനൊക്കെ പാസ് ചെയ്ത് വരുന്ന കുട്ടികളില്ലേ, അവർക്ക് ജോലി കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ കോമ്പറ്റീഷനായി നിൽക്കുന്നത് ഈ എയ്ഡഡ് സ്കൂൾസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്കൂൾസ്. ഗവൺമെൻറ് സാലറി കൊടുക്കും, ഗവൺമെൻറ് അത് നടത്താനുള്ള ഫണ്ട് കൊടുക്കും. പക്ഷേ അവിടെ എടുക്കുന്ന ടീച്ചേഴ്സും അവർ കൊണ്ടുവരുന്ന സ്റ്റാഫും ഒക്കെ PSC എഴുതിയ ആൾക്കാരല്ല, നോർമൽ ആൾക്കാരാണ്. എന്ന് പറഞ്ഞാൽ റെഗുലർ പീപ്പിൾ. ആൻഡ് അവിടെ വലിയ രീതിയിൽ ബ്രൈബ്സ് ഒക്കെ കൊടുത്തിട്ടാണ് അവർക്ക് ജോലി കിട്ടുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആ വലിയ രീതിയിൽ ബ്രൈബ്സ് ഒക്കെ കൊടുത്ത് ഈ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂൾസിൽ ഈ PSC ഒന്നും എഴുതാത്ത ആൾക്കാർക്ക് ജോലി കിട്ടുമ്പം അവർക്ക് ഫണ്ട്സ് ഉണ്ട്. ആ ഫണ്ട്സ് യൂസ് ചെയ്ത് അവരുടെ ഈ എയ്ഡഡ് സ്കൂൾ കുറച്ച് വികസിപ്പിക്കും. എന്നിട്ട് ആ ഒരു വികസനത്തിലൂടെ പോകേണ്ട സ്റ്റുഡൻസ് ഒക്കെ ഈ എയ്ഡഡ് സ്കൂളിലേക്ക് പോകും.
സോ ഗവൺമെൻറ് സ്കൂൾസിന് വീണ്ടും കുട്ടികളെ നഷ്ടപ്പെടുകയാണ്. സോ എനിക്ക് ഇതൊക്കെ ഞാൻ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, ഇത് ഞാൻ എത്ര പഠിച്ചാലും എനിക്ക് മനസ്സിലാവാത്ത ഒരു എന്താ പറയുക, ഒരു കിണറാണ് എന്നാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, ഇതിൻ്റെ ഒരു റൂട്ട് കോസ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റമിക് ഫെയിലിയർ. ദാറ്റ് ഈസ് വാട്ട് ഐ എം കമ്മിങ് ടു. സോ നൗ ഐ എം സേയിങ് ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂൾസിൻ്റെ അവർ പ്രവർത്തിക്കുന്ന ഒരു ലോബി രീതിയുണ്ട്. ഓക്കെ, ആ രീതിനെ ഡിസ്മാൻറ്റിൽ ചെയ്താൽ മാത്രമേ ഈ PSC കുട്ടികൾക്ക് ജോലി കിട്ടാത്തതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നതാണ്, ഞാൻ ചിലപ്പോൾ പറയുന്നതിൽ തെറ്റുണ്ടാവാം, ഗൈസ് യു ക്യാൻ കറക്റ്റ് മീ. ഓക്കെ, ബിക്കോസ് ഇറ്റ്സ് എ വെരി കോംപ്ലെക്സ് സിറ്റുവേഷൻ. ഇതൊരു സിംഗുലർ ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ല. സ്റ്റുഡൻസ് അവിടെ നീറ്റ് പരീക്ഷ പേപ്പർ ലീക്കായി എന്ന് പറഞ്ഞ് ഉള്ള ഫൈറ്റ് അല്ല ഇത്. ദിസ് ഈസ് എ ഹോൾ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് തിങ്സ്. ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ്. സോ ഞാൻ തന്നെ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഐ എം സ്കേർഡ്, ബിക്കോസ് ഞാൻ പൊട്ടത്തിനാണോ പറയണമെന്ന് എനിക്ക് പേടിയുണ്ട്, മനസ്സിലായില്ലേ? സോ ഐ ഹാവ് ടു ബി വെരി വെരി വെറി ഓഫ് ഹൗ ഐ എം സ്പീക്കിംഗ്. സോ എനിവേ, ഈ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂൾസ് എനിക്ക് തോന്നിയ ഒരു സൊല്യൂഷൻ ഞാൻ ഇപ്പം തന്നെ പറയാം, ഇത് അവസാനത്തേക്ക് വെച്ചാൽ ഞാൻ മറന്നു. ഈ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂൾസും ഈ PSC പരീക്ഷ പാസ് ചെയ്ത ആൾക്കാർ മാത്രമേ അവിടെ പഠിപ്പിക്കാൻ പാടൂ എന്ന് വല്ല നിയമം വരാൻ സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയ രീതിയിൽ ഒരു സംഭവം അങ്ങ് എലിമിനേറ്റ് ചെയ്യാം. ഇതിൻ്റെ കൺട്രോൾ ആർക്കാണെന്ന് എനിക്കറിയില്ല. ഇസ് ഇറ്റ് ദ കേരള എഡ്യൂക്കേഷൻ മിനിസ്ട്രി? ബിക്കോസ് ആ സ്കൂൾ ഇസ് ബീങ് ഫണ്ടഡ്. സാലറീസ് കൊടുക്കുന്ന ഗവൺമെൻറ് ആണ്, ഫണ്ട് എയ്ഡ് കൊടുക്കുന്നത് ഗവൺമെൻറ്സ് ആണ്. അതുകൊണ്ടാണല്ലോ അത് ഗവൺമെൻറ് എയ്ഡഡ് സ്കൂൾസ് എന്ന് പറഞ്ഞത്. പക്ഷെ അത് നടത്തുന്നത് ഒരു കമ്മിറ്റി ഓഫ് ആൾക്കാരാണ്, സ്റ്റാഫ് ചെയ്യുന്നത് ഒരു കമ്മിറ്റി ഓഫ് ആൾക്കാരാണ്. ആ ഫ്രീഡം അവർക്കാണ്. ഈ PSC പരീക്ഷ പാസ്സായ ആൾക്കാരെയും അതിൻ്റെ അകത്ത് കൊണ്ടുവരാനുള്ള വല്ല സംവിധാനമുണ്ടോ? ബിക്കോസ് ദ പ്രോബ്ലം ഇസ് നോട്ട് സ്മോൾ. എല്ലാ വർഷവും കുറേ ആൾക്കാരാണ് ഈ PSC പരീക്ഷ എഴുതുന്നത്. ഒരു ജോലി കിട്ടും, ഒരു ഗവൺമെൻറ് ജോലി കിട്ടും എന്ന് വിശ്വസിക്കുന്നത്. ഇത്രയും എഴുതിയ പരീക്ഷയിൽ ഇത്രയും റാങ്ക് ഹോൾഡേഴ്സ്, നമ്പർ 1 റാങ്ക് ആയുള്ള ആൾക്കാർ പോലും കുറേ ജില്ലകളിൽ ജോലിയില്ല എന്നാണ് കേൾക്കണേ. കഴിഞ്ഞ 23 എഴുതിയ പരീക്ഷയിൽ, 23 കഴിഞ്ഞ ഒരു വർഷം മുമ്പ് എന്തോ എഴുതിയ പരീക്ഷയിൽ ഇതുവരെ എത്രയോ 4 ജില്ലകളിലുള്ള ആൾക്കാർക്ക് ജോലി കിട്ടിയിട്ടില്ല, അത് ഫസ്റ്റ് റാങ്ക് ഹോൾഡറിന്. പിന്നെ എന്തിനാണ് അവർ ഇത്രയും ബുദ്ധിമുട്ടി പഠിച്ച് പരീക്ഷ എഴുതുന്നത്? അതൊരു പ്രശ്നം. അതിൻ്റെ ഇമ്മീഡിയറ്റ്ലി ഇങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടക്കുക കുറേ സ്റ്റുഡൻസ് ഓവർ ദ പാസ്റ്റ് ഇയേഴ്സ് വെയിറ്റിംഗ് ടു ഗെറ്റ് എ ജോബ്. പക്ഷെ അവിടെ ജോബിന് ഡിമാൻഡ് ഇല്ല, സ്റ്റുഡൻസ് ഇല്ല, പിന്നെ എങ്ങനെ ജോലി കിട്ടും? അത് മാത്രമല്ല, ചില സ്ഥലത്ത് ടെമ്പററി ആൾക്കാരെ എംപ്ലോയ് ചെയ്യുന്നു, അവരെ കൺഫേം ചെയ്യുന്നു. ചില സ്കൂൾസ് അടച്ചു പോകുമ്പോൾ ആ സ്കൂൾസിലെ ടീച്ചേഴ്സിനെ എടുത്ത് മറ്റെടുത്തിടുന്നു. ആ ഒരു റൊട്ടേഷൻ സ്ഥാനത്തിലാണ് ഇത് ഫുൾ പോകുന്നത്. റിട്ടയർമെന്റ് ആയ കുറച്ച് സ്പോട്സ് വന്നാൽ മാത്രമേ ഇവർക്ക് ജോലിയും കിട്ടുന്നുള്ളൂ. സോ ഇറ്റ് ഈസ് എ വെരി ബിഗ് എന്താ പറയുക, ഒരു മമ്പിൾ ജമ്പിൾഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. സോ ഒരു സൊല്യൂഷൻ എനിക്ക് തോന്നിയത് ഈ എയ്ഡഡ് സ്കൂൾസിലെ ടീച്ചേഴ്സിനെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നാൽ PSCയിലെ കുറച്ചുകൂടെ സ്റ്റുഡൻസിന് കിട്ടും. അവർ പറയുന്ന സൊല്യൂഷൻ ഉണ്ട്. അവർ പറയുന്ന പറഞ്ഞാൽ PSC വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട്, വിച്ച് മേക്സ് സെൻസ്. 1.30 ഒരു ടീച്ചറിന് 30 സ്റ്റുഡൻസ് എന്ന റേഷ്യോയിലാണ് ഇപ്പോൾ ഗവൺമെൻറ് സ്കൂൾസ് ഒക്കെ പ്രവർത്തിക്കുന്നത്. അത് 1.25 റേഷ്യോ ആക്കിയാൽ കുറച്ചുകൂടി ടീച്ചേഴ്സിന് ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ സ്റ്റുഡൻസേ ഇല്ലാത്ത സ്ഥലത്ത് എങ്ങനെയാണ് 1.3 1.25 വ്യത്യാസം കൊണ്ടുവരുന്നത് എന്നൊരു ചോദ്യം എനിക്കുണ്ട്. ബട്ട് ഇറ്റ് മേക്സ് സെൻസ്. വീണ്ടും ഗവൺമെൻറ് കയ്യിൽ നിന്ന് കുറേ കാശ് പോകും, യെസ്. ബട്ട് ഇത്രയും വലിയൊരു ഇക്കണോമിക്, എഡ്യൂക്കേഷണൽ, പ്രൊഫഷണൽ പ്രോബ്ലം അത് സോൾവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ ഒരു കാര്യത്തിന് കുറച്ചെങ്കിലും അറ്റൻഷൻ കൊടുക്കണം എന്ന് എനിക്ക് ഡെഫിനറ്റ്ലി തോന്നുന്നുണ്ട്. അടുത്തൊരു പോയിന്റ് എന്ന് പറയണത്, ഈ വർഷം ഡിസംബറിൽ ഇവർ അടുത്ത PSC എക്സാമിനേഷൻ്റെ എന്തോ ഇത് വിളിച്ചിട്ടുണ്ട്. എഴുതാൻ പോകുന്നതിൻ്റെ സാധനമോ അതിൻ്റെ ഒരു വോട്ട് യു കോൾ ഇറ്റ്, അതിൻ്റെ കോൾ ഔട്ട് എന്നൊക്കെ പറയില്ലേ, ആ സംഭവം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അവർ ആ കോൾ ഔട്ട് ചെയ്താൽ, ആ പരീക്ഷയും നടത്തിയാൽ ഈ വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടക്കുന്ന സ്റ്റുഡൻസിൻ്റെ നമ്പർ ഇനിയും കൂടത്തേ ഉള്ളൂ. അപ്പോൾ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഇത്രയും ആൾക്കാരുടെ കൂടെ വീണ്ടും ഈ പരീക്ഷ പാസ്സാവുന്ന കുറേ ആൾക്കാർ വരുന്നു, ഈ ലിസ്റ്റിൽ ചേരുന്നു. ആൻഡ് കുറേ ആൾക്കാരെന്ന് പറഞ്ഞാൽ വി ആർ ടോക്കിംഗ് അബൌട്ട് എ ലോട്ട് ഓഫ് പീപ്പിൾ ഇൻ എൻ അൺഎംപ്ലോയ്മെൻറ്റ് പൂൾ. സോ ഈ ഒരു പരീക്ഷ മാറ്റി വെക്കണം എന്നതാണ് അവരുടെ സെക്കൻഡ് ഡിമാൻഡ്, വിച്ച് ഐ തിങ്ക് ഇസ് കംപ്ലീറ്റ്ലി ഫെയർ. വളരെ ഈസി ആയിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത്. അതിനുവേണ്ടി എന്തുകൊണ്ടാണ് പവറിലുള്ള നമ്മുടെ ഗവൺമെൻറ് സമയം കളയുന്നതെന്ന് എനിക്കറിയില്ല. ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്താണ്. ഇപ്പോൾ ഒരു ഗവൺമെൻറ് സ്വിച്ച് വന്നിട്ടുണ്ട്, അവർ കയറിയിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. എന്നാൽ പോലും ഈ ഒരു കാര്യം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം കയറി പിടിക്കേണ്ടത് ആ ഒരു പോയിന്റിലാണ്. ഇതിൽ എനിക്കെങ്ങനെ സഹായിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഏറ്റവും സന്തോഷവും സങ്കടവും തോന്നുന്നത് പൊളിറ്റിക്സ് ആയിട്ടും സോഷ്യൽ സർവീസ് ആയിട്ടും
ഇങ്ങനത്തെ ഒരു രീതിയിലും ബന്ധമില്ലാത്ത ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ ഇത് എങ്ങനെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന എനിക്ക് ഇപ്പോഴും അറിയില്ല. ബിക്കോസ് നിങ്ങൾ ചീഫ് മിനിസ്റ്ററിൻ്റെ അടുത്ത് സംസാരിച്ച്, എഡ്യൂക്കേഷൻ മിനിസ്റ്ററിൻ്റെ അടുത്ത് സംസാരിച്ചു, നിങ്ങളുടെ ഏരിയയിലുള്ള എന്താ പറയുക ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചു, നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചു, നിങ്ങൾ എല്ലായിടത്തും സംസാരിച്ചിട്ടുണ്ട്. ആൻഡ് ദെൻ ഏറ്റവും കൂടുതൽ തെറി കേട്ടത് എന്നെ പോലത്തെ ആൾക്കാരാണ്. ഇപ്പം ടൊവിനോ, നസ്ലൻ, ചന്തു ഒക്കെ പ്രതികരിച്ചപ്പോൾ അവരെയും തെറി വിളിക്കുക. ഇത് ബിക്കോസ് എന്താ അവർ ഇത്രയും നാളും പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കിഷ്ടമുള്ളപ്പോഴല്ലേ നമ്മൾ പ്രതികരിക്കൂ ബായി. ആൻഡ് എനിക്ക് മനസ്സിലാക്കാം ഇവരൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അവർക്ക് മനസ്സിലായി. നമ്മൾ ഓക്കെ ഇപ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം ഇത്രയും രൂക്ഷമാണെന്ന് അറിയുന്നത് ഗൈസ്. നമുക്ക് വേറെ ജോലിയുണ്ട്, വി വർക്കിംഗ്, വി ഹാവ് അതർ തിങ്സ് ടു ഡു. നമുക്ക് വേറെ ഫോക്കസ് ഉണ്ട്. ഹെൽത്ത് ആയിരിക്കാം, നമ്മുടെ ജോലി ആയിരിക്കാം, ഉണ്ട്. പക്ഷേ ഇത് നമ്മുടെ അറ്റൻഷനിലേക്ക് പെർവ്യൂലേക്ക് വരുമ്പോഴേ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആണെങ്കിൽ മാത്രമല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ. ആ സംസാരിക്കുമ്പോഴും നിങ്ങൾ ലേറ്റ് ആയിട്ടാണ് വന്നേ ബ്രോ എന്ന് അത് ഞാനൊരു പോസ്റ്റ് ഇപ്പം കണ്ട്. I was like, hi, ഇപ്പുറത്ത് ചെയ്താലും പ്രശ്നം, അപ്പുറത്ത് ചെയ്താലും പ്രശ്നം. So I mean, I've always known you can't make anybody happy. ഞാനിത് എടുക്കാൻ കാരണം, like I said, I got a lot of personal messages and ഒന്നോ രണ്ടോ അല്ല, LPSC, UPSC, പിന്നെ അതിൻ്റെ വേറെ കാറ്റഗറീസ്, മെയിൽസ് ആൻഡ് മെസ്സേജസ് ആൻഡ് ലെറ്റേഴ്സ് ആൻഡ് ഡീറ്റെയിൽസ്. ആൻഡ് പിന്നെ ഞാൻ ഈ പോസ്റ്റ് കൂടി ഇട്ടപ്പം ഐ എം ഓവർ ഫ്ലഡഡ് വിത്ത് ഇൻഫർമേഷൻ ദാറ്റ് ഐ എം ഗോയിങ് ക്രേസി. ഐ ഹാവ് ദി ലിസ്റ്റ് ഓഫ്, എൻ്റെ കയ്യിൽ എന്തോരം ഡീറ്റെയിൽസ് ആണെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഓരോ ജില്ലയിലും എത്ര പേർക്കാണ് ജോലി കിട്ടിയിരിക്കുന്നത്, കിട്ടാത്തതിന് കിട്ടാനുള്ള സാധ്യത, എന്തുകൊണ്ട് കിട്ടിയിട്ടില്ല. ലൈക്ക് ഐ ഹാവ് ക്രേസി amount of information that I have spoken to people, just LPSC, I spoke to Valarmati, and Valarmati I was asking her questions, like I've sent her questions to find out details because I like things. ഇപ്പം LPSC പരീക്ഷ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയത് 1.5 ലക്ഷം ആൾക്കാരാണ്. അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ അതിൽ നിന്നും എത്തിയത് 11,663 ആണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സ്ട്രൈക്കിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. UPSC വേറെ വിഭാഗമാണ്. ഇങ്ങനെ എല്ലാവർക്കും പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചത്, എത്ര അപ്പോയിൻമെൻറ്റ്സ് ആണ് ഇതുവരെ ഡിസ്ട്രിക്ട് വൈസ് നടന്നിരിക്കുന്നത്? 239 അപ്പോയിൻമെൻറ്റ്സ് ആണ് നടന്നിരിക്കുന്നത്. 11,663 നിന്നും. ഇതുവരെ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സിന് കിട്ടാത്തത് ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട്, കാസർഗോഡ്. അവർക്ക് വരെ ജോലി കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ബിക്കോസ് അവിടെ അവൈലബിലിറ്റി ഇല്ല ജോലിക്ക്. എന്തുകൊണ്ടാണ് ഇത് ഗവൺമെൻറ് ഒന്നും ചെയ്യാത്തതെന്ന് പറഞ്ഞൊരു ആൻസർ ഇല്ല. ഇവരെല്ലാവരെയും മീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പം റിട്ടയർമെൻറ്റ് വേക്കൻസീസ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തത്? അത് ഫില്ല് ചെയ്തിരിക്കുന്നത് ഡിപ്ലോയിഡ് ടീച്ചേഴ്സ് ആണെന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ്. അതുപോലെ തന്നെ ഈ ഡിവിഷൻ ഫോൾ അല്ലെങ്കിൽ റീഡിപ്ലോയ്മെൻറ്റ് ഇവരുടെ ജോലി വലിയ രീതിയിൽ കുറച്ചിട്ടുണ്ട്. ബിക്കോസ് റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയാണ് അവരുടെ ജോലി ഫില്ല് ചെയ്യുന്നത്. സോ ഇറ്റ് ജസ്റ്റ് ഗോസ് ഓൺ. ദർ ആർ സോ മെനി പ്രോബ്ലംസ് ദാറ്റ് ജസ്റ്റ് keeps going on and on. So അവർ ചോദിക്കുന്ന 2-3 കാര്യമാണ് ഞാനും ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇത് 1.3 to 1.25 റേഷ്യോ എന്ന് പറയുന്നത് ഓൾറെഡി സ്റ്റുഡൻസ് വരാത്ത ഗവൺമെൻറ് സ്കൂൾസിൻ്റെ സൊല്യൂഷൻ ആയിട്ടാണ് ഇവർ പറയുന്നത്. പക്ഷേ ഈ സ്റ്റുഡൻസിനെ തപ്പേണ്ട ജോലിയും ഈ ടീച്ചേഴ്സിനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഈ ടീച്ചേഴ്സ് ഇവരെ മാർക്കറ്റ് ചെയ്ത് കൊണ്ടുവരണം ഗവൺമെൻറ് സ്കൂളിലേക്ക്. സോ can I tell you something? Okay, like I said, your fight has to be first. ആ എക്സാമിനേഷൻ എടുത്ത് മാറ്റണം. രണ്ടാമതെന്ന് പറയുന്നത് ഈ LPSC, UPSC എന്ന് പറഞ്ഞ വലിയ ഡിവിഷൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് വന്നാൽ ഇത് കുറച്ചുകൂടെ ശക്തമാവില്ലേ എന്നൊരു ചോദ്യം എനിക്കുണ്ട്. Can you be all come together? Because this is not a small problem. This is a systemic problem. Okay, ഇതിൻ്റെ ബേസ് ലൈനിൽ എന്തൊക്കെയോ തെറ്റുണ്ട്. ഓക്കെ, എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞതിനൊരു കംപ്ലീറ്റ് ഓവർഹോൾ രാജ്യം ഇന്ത്യയിൽ മാത്രമല്ല വേണ്ടേ. എസ്പെഷ്യലി ഗവൺമെൻറ് സ്കൂൾസ് നോക്കുമ്പോൾ നമ്മുടെ പ്രൈവറ്റ് സ്കൂൾ സിസ്റ്റം വിട്, അവരിലെ കാശുള്ള കുട്ടികളാണ് പോണത്, അവർക്ക് അതിനുള്ള പ്ലെൻറ്റി ഓഫ് മണി ഉണ്ട്. ബട്ട് ഗവൺമെൻറ് സ്കൂൾസ് എന്ന് പറയുന്നത് അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ചെറിയ കാശ് വാങ്ങിച്ച് ആ കുട്ടികളെ പഠിപ്പിക്കുക എന്ന സ്ഥാപനങ്ങളാണ്. അവിടുത്തെ കുട്ടികളെയൊക്കെ റാഞ്ചിക്കൊണ്ട് പോവുകയാണ് ഗവൺമെൻറ് എയ്ഡഡ് സ്കൂൾസ് എന്നാണ് ഞാൻ കേൾക്കുന്നത്. അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ കേൾക്കുന്നുണ്ട്. ബിക്കോസ് ദാറ്റ്സ് ഹാപ്പനിങ്. പിന്നെ അപ്പോൾ ഈ ഗവൺമെൻറ് സ്കൂൾസിൽ എന്തുകൊണ്ടാണ് സ്റ്റുഡൻസ് പോകാത്തത്? അവിടെ ജോലി കിട്ടുന്ന ആൾക്കാർ കറക്റ്റായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ എന്നൊരു വലിയൊരു ക്യാമ്പയിൻ നടത്തണം. ഓക്കെ, അവിടെ എംപ്ലോയ്മെൻറ്റ് കറക്റ്റ് ആണോ നടത്തുന്നത്? ഈ ഗവൺമെൻറ് ജോലീസിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഞങ്ങളൊക്കെ കുറേ ടീച്ചേഴ്സ് സ്കൂൾസ് എനിക്കറിയില്ല, ഞാൻ പോയിട്ടില്ല. എനിക്ക് ആകെ അറിയാവുന്നത് എൻ്റെ അമ്മ പഠിച്ചത് ഗവൺമെൻറ് സ്കൂളിലാണ്, ഗേൾസ് ഹൈ സ്കൂളിലാണ്. നല്ല ഉഗ്രൻ സ്കൂളാണ് നമ്മുടെ കൊച്ചി സിറ്റിയിൽ. ഇവിടെ ഏറ്റവും നന്നായി നടത്തുന്ന ഒരു സ്കൂളാണ്. മാനേജർ നടത്തിക്കൊണ്ട് വരുന്ന രീതി സൂപ്പറാണ്. ടീച്ചേഴ്സ് നല്ലതാണ്, പഠിപ്പിക്കുന്നത് നല്ലതാണ്. അങ്ങനെ വേറെ അധികം ഗവൺമെൻറ് സ്കൂൾസ് ഒന്നും എനിക്കറിയില്ല. എൻ്റെ അപ്പം പഠിച്ച ഒരു ഗവൺമെൻറ് സ്കൂളിലാണ്, രുദ്രവിലാസം അല്ലേ. അത് അടച്ചുപൂട്ടാൻ എത്തുന്ന ഒരു സിറ്റുവേഷനാണ്. ബിക്കോസ് അവിടെ സ്റ്റുഡൻസ് എത്തുന്നില്ല. ബിക്കോസ് പേരൻസിന് വിശ്വാസമില്ല. പിന്നെ ഞാൻ കേട്ട വേറൊരു നാരറ്റീവ്, ഇത് ഞാൻ കേട്ട നാരറ്റീവ്സ് ആണ്. ഈ അവിടെ സ്ട്രൈക്ക് ചെയ്യുന്ന പേരൻസ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അവരുടെ കുട്ടികൾ ഗവൺമെൻറ് സ്കൂളിലാണോ പോണേ?
സോ നമ്മൾ ആലോചിക്കണം, സിസ്റ്റമാറ്റിക്കലി ഗവൺമെൻറ് സ്കൂൾസ് എന്ന് പറയുന്നതിൻ്റെ ഒരു വാല്യൂ അത് തിരിച്ചു കൊണ്ടുവരാൻ നോക്കണം. അതിൽ ഈ ജോലികളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, കറക്റ്റായിട്ട് ഇവർ ജോലി ചെയ്യുകയാണെങ്കിൽ, കറക്റ്റായിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ അവിടെ കുട്ടികളെത്തും. ആ ഒരു സിസ്റ്റം ഒന്ന് ശരിയാക്കിയാൽ മാത്രമേ ബാക്കി എല്ലാം ശരിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരും എല്ലാ വർഷവും PSC പരീക്ഷ എഴുതി ജോലിയില്ലാതെ നിൽക്കുകയാണെന്ന് പറയുന്നത് ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ്. എൻ്റെ അഡ്വൈസ് അതാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എങ്കിൽ, അത് മാത്രമല്ല ബന്ധത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ പരിചയത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ കോഴയുടെ പുറത്ത് ഇങ്ങനത്തെ ജോലികൾ, ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂൾസിൽ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതും നിർത്താക്കാനുള്ള നോക്കണം. അതെങ്ങനെയാണ് നിർത്താക്കാൻ പറ്റുക? അതിനെയും PSCയുടെ കീഴിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ പറ്റുമോ എന്നെനിക്കറിയില്ല. ഇതൊക്കെ അറിവില്ലായ്മയിൽ നിന്നും പഠിച്ച് ഈ ഒരു ഏരിയയിൽ എത്തിയിട്ടുള്ളൂ ഞാൻ. ഇതാണ് എൻ്റെ കറണ്ട് ഇൻഫർമേഷൻ. സോ എനിക്ക് തോന്നിയത് ഇത് ഡെഫിനറ്റ്ലി ഈ പ്രൊട്ടസ്റ്റ് ജായസ് ആണ്, വാലിഡ് ആണ്. ലക്ഷോപലക്ഷം ആൾക്കാർക്ക് ജോലി കിട്ടുന്നില്ല. റാങ്ക് ലിസ്റ്റിലുള്ള ടെൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് ആൾക്കാർക്കാണ് ജോലി കിട്ടാത്തത്. അവരുടെ ഡിമാൻഡ്സ് ഈ രണ്ടെണ്ണമാണ്. രണ്ട് ഡിമാൻഡ്സിൽ ഇമ്മീഡിയറ്റ് ആക്ഷന് വേണ്ടിയ ഡിമാൻഡ് എന്ന് പറയുന്നത് പരീക്ഷ ഇമ്മീഡിയറ്റ്ലി നടത്താതിരിക്കുക എന്ന് തന്നെയാണ്. ബിക്കോസ് വെറുതെ ബാക്ക്ലോഗ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഈ സ്കൂൾസിൻ്റെ പെർഫോമൻസസ് ബെറ്റർ ആക്കുക, ഗവൺമെൻറ് സ്കൂൾസിലേക്ക് കുട്ടികളെ എത്തിക്കാൻ നോക്കുക. ഓക്കെ, അതിന് ഉത്തരവാദിത്വം എടുക്കേണ്ടത് എഡ്യൂക്കേഷൻ മിനിസ്ട്രി തന്നെയാണ്. And when it comes to all the people, the entire PSC examination എഴുതിയ ആൾക്കാർ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് തന്നെ വേണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ. ബിക്കോസ് ദർ ഇസ് പവർ ഇൻ നമ്പേഴ്സ്. നമ്മളുടെ പിന്നെ നിങ്ങളെ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പറയുന്ന കാര്യം അത് അതുപോലെ പബ്ലിക്കിനടുത്തേക്ക് എത്തണം. നമ്മൾ വേറൊരു ജനറേഷനാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പ്രൊട്ടസ്റ്റ് നടക്കുന്നത് ഭയങ്കര ലോക്കൽ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്താൽ ഞങ്ങൾ അറിയത്ത് പോലുമില്ല. പണ്ട് ഡൽഹിയിൽ പ്രൊട്ടസ്റ്റ് ചെയ്താൽ നമ്മൾ അറിയത്ത് പോലുമില്ല. ഇന്ന് പെയ്ഡ് മീഡിയ ഒക്കെയാണ്. അപ്പോൾ ഒരു ചാനലിന് കാണിക്കണമെങ്കിൽ മാത്രമേ അവർ നിങ്ങളുടെ പ്രൊട്ടസ്റ്റ് കാണിക്കുള്ളൂ. മറ്റൊരു പാർട്ടിയുടെ ചാനലാണെങ്കിൽ അവർ കാണിക്കത്ത് പോലുമില്ല. പക്ഷേ ഇന്ന് നമ്മുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഫോണുണ്ട്. അപ്പോൾ നിങ്ങളിനി ഡോക്യുമെന്റ് ചെയ്ത് നമുക്ക് ഓരോ കാര്യം, ഓരോ പ്രൊട്ടസ്റ്റ് നമുക്കൊരു എഡ്യൂക്കേഷൻ ആണല്ലോ. ഇപ്പം നമ്മൾ കണ്ടു ഡൽഹിയിൽ അവർ ചെയ്തപ്പോൾ അത് സക്സസ്ഫുൾ ആവാനുള്ള കാരണം ആ കൂട്ടായ്മയുടെ ശക്തിയാണ്. ബിക്കോസ് പ്രോബ്ലം വാസ് ജെനുവിൻ. എഡ്യൂക്കേഷൻ, നീറ്റ് പേപ്പർ ലീക്കേജ്, നിങ്ങളുടെ പ്രോബ്ലം വളരെ ജെന്യുവൻ ആയിട്ടുള്ള പ്രോബ്ലം ആണെന്ന് എനിക്ക് തോന്നുന്നത്. ജോലിയില്ലായ്മ എന്ന് പറയുന്നത് വലിയ അൺഎംപ്ലോയ്മെന്റ് ഇസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് വൈസസ് ഓഫ് എ കൺട്രി. ഓക്കെ, ആൻഡ് അത് മാറ്റാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് തീർച്ചയായിട്ടും പ്രവർത്തിക്കണം. ദിസ് ഇസ് എ ബിഗ് ഇഷ്യൂ ബിക്കോസ് അത് നിങ്ങളുടെ കുടുംബത്തിനെയും ഫ്യൂച്ചറിനെയും ഒക്കെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ബട്ട് വാട്ട് യു ഹാവ് ടു ഡു ഇസ് ഇതിനെക്കുറിച്ച് കൂടുതൽ ആൾക്കാരുടെ ചെവിയിലേക്ക് എത്തിക്കാൻ ഓൾറെഡി ആ ശ്രമങ്ങൾ വിജയകരമായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും അത് പ്രതികരിക്കുന്നത്. ഇപ്പം ഞാൻ ടൊവിനോ ആണെങ്കിലും നസ്ലിനാണെങ്കിലും ചന്തു ആണെങ്കിലും ഇതിനെക്കുറിച്ച് ആര് സംസാരിക്കുകയാണെങ്കിലും ഞങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കണ്ടും കേട്ടുമാണ് ഞങ്ങളത് പ്രതികരിക്കുന്നത്. അപ്പോൾ ആ പ്രതികരണം കിട്ടുമ്പം ചില സമയത്ത് നേരിട്ട് വരാൻ പറ്റും, ചില സമയത്ത് നേരിട്ട് വരാൻ പറ്റില്ല. ചില സമയത്ത് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇതിനെ വന്നിട്ട് വേറെ കളർ കൊടുക്കാൻ നോക്കും. അതൊക്കെ ഇപ്പോൾ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ദ പ്രോബ്ലം ഈസ്, എന്നെ പോലെ ഐ ലൈക്ക് ടു ടോക്ക് അബൌട്ട് സബ്ജക്ട്സ് ആൻഡ് ഐ ലൈക്ക് ടു സ്റ്റേ ന്യൂട്രൽ ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് പാർട്ടി പോളിറ്റിക്സ് ഇതുവരെ. ഓക്കെ, എനിക്ക് ഇപ്പം ലെഫ്റ്റിലേക്ക് പോകണമെന്ന് തോന്നിയാൽ ഞാൻ ലെഫ്റ്റിലേക്ക് പോകും, റൈറ്റിലേക്ക് പോകണമെന്ന് തോന്നിയാൽ ഞാൻ റൈറ്റിലേക്ക് പോകും, നേരെ പോകണമെന്ന് തോന്നിയാൽ ഞാൻ നേരെ പോകും. എൻ്റെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയറാണ്. ബിക്കോസ് എനിക്ക് എന്ത് തോന്നുന്നോ ഞാൻ പറയും. അതിപ്പം ഇയാളുടെ സൈഡോ അയാളുടെ സൈഡോ ഒന്നും ഞാൻ നോക്കാറില്ല. എനിക്ക് എൻ്റെതായ വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ള എനിക്ക് പോളിറ്റിക്സ് ഉണ്ട്. ചില സമയത്ത് തെറ്റായിരിക്കും, ചില സമയത്ത് മറ്റൊരാൾക്ക് ശരിയായിരിക്കാം. ദാറ്റ്സ് നോട്ട് that happens. That is how human beings are. We are all entitled to our own opinion. But right now what I'm seeing is, പെട്ടെന്ന് ഈ നമ്മുടെ PSC പരീക്ഷയുടെ ഈ ഒരു സംഭവത്തിൽ കുറേ അധികം പാർട്ടിക്കാർ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അവർ നല്ല കാര്യമാണ്. പാർട്ടിക്കാർ അവിടെ എത്തണം. നിങ്ങളുടെ കയ്യിൽ പവർ ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ പൊസിഷൻ ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ ഫണ്ട്സ് ഉണ്ട്. അത് യൂസ് ചെയ്യുക, ഇവരെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുക. ഇത് നമ്മുടെ നിയമസഭയല്ലേ ലോക്കലായിട്ട് നടക്കുന്നത്, അവിടെ എത്തിക്കുക, അത് ചാലഞ്ച് ചെയ്യുക, ചോദ്യം ചെയ്യുക. നമ്മൾ അതൊന്നും ഈ പുറത്ത് ഞങ്ങളുടെ കയ്യിലില്ല, അത് നേടിയെടുക്കുക. അതിന് പകരം അവിടെ പോയി പോളിറ്റിക്സ് സംസാരിക്കാതെ ഇയാൾ ചെയ്തില്ല, അവർ ചെയ്തില്ല, അപ്പുറത്തെ ആൾ ചെയ്തില്ല, 15 വർഷമായി ചെയ്തില്ല. നോ, ദാറ്റ് ഈസ് നോട്ട് വാട്ട് യുവർ ജോബ് ഈസ്. യുവർ ജോബ് ഈസ് ടു റെപ്രസെൻറ്റ് ദ പീപ്പിൾ. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുട്ടികൾക്ക്, ഈ ജോലിയില്ലാത്ത ആൾക്കാർക്ക്, PSCയുടെ അഗൻസ്റ്റ് ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പോയി ഏത് പൊളിറ്റിക്കൽ ആൾക്കാരാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വന്നാലും അവർ വന്ന് അവരുടെ പോളിറ്റിക്സ് അല്ല നിങ്ങളുടെ അടുത്ത് പറയേണ്ടത്, മൈക്കിൽ കൂടെ മറ്റേ ഇൻ്റർവ്യൂസിന് കൊടുക്കേണ്ടത്. അവർ പറയേണ്ടത് നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്നാണ്. ദേ ഹാവ് ടു പ്രസന്റ് യുവർ പ്രോബ്ലം ആൻഡ് ദെൻ ദേ ഹാവ് ടു ഗെറ്റ് എ സൊല്യൂഷൻ. അതുകൊണ്ട് പ്ലീസ് ഡോണ്ട് ഗെറ്റ്, നിങ്ങളുടെ ഒരു ക്യാമ്പയിൻ ആണ് ഇതായിരിക്കും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും ചെയ്യാൻ പോണത്. നിങ്ങൾ മനസ്സിലാക്കണം. ഇത് തന്നെയാണ് അവിടെയും സംഭവിച്ചത്. ഓരോ കുട്ടികളും എന്താ പറയുക, മാന്യമായി പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന കുട്ടികളുടെ സാധനത്തിൽ അൺവാണ്ടഡ് ആൻറ്റി സോഷ്യൽ എലിമെന്റ്സിനെ ഇറക്കി അത് അഗ്രസീവ് ആക്കാൻ വേണ്ടിയുള്ള ശ്രമം നേരിട്ട് ഞാൻ കണ്ടതാണ് അവിടെ. ഇവിടെ യു ഷുഡ് നോട്ട് ലെറ്റ് അതേഴ്സ് ടോക്ക് അബൌട്ട് അതർ പീപ്പിൾ. ഡോണ്ട് ബ്ലെയിം പീപ്പിൾ. ബിക്കോസ് ഇത് സംഭവിക്കുന്ന എല്ലാ കാലഘട്ടത്തിലും പ്രശ്നങ്ങളുണ്ടാവും.
ആ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നതാണ് കൂട്ടായ്മയായിട്ടുള്ള നമ്മളുടെ ഒക്കെ ഒരു ആഗ്രഹം. ആൻഡ് നിങ്ങളുടെ പ്രശ്നം എന്താണ്? വളരെ ക്ലിയർ കട്ടായിട്ടുള്ള പ്രശ്നമാണ്. നിങ്ങൾ പരീക്ഷ എഴുതി, നിങ്ങൾ ജോലി പ്രതീക്ഷിച്ചു, ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സിന് പോലും ജോലി കിട്ടാത്ത ജില്ലകളുണ്ട്. അതിൻ്റെ പ്രശ്നങ്ങളുടെ കാരണം എന്ത് വെച്ചാൽ എന്താണ്? ദർ ആർ നോ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അതിൻ്റെ റൂട്ട് കോസ് നിങ്ങൾ കണ്ടുപിടിച്ചു. ഇറ്റ് ഇസ് എ ഫാക്ട് ദാറ്റ് ദർ ആർ നോ സ്റ്റുഡൻസ് ഇൻ ദ സ്കൂൾ. അപ്പോൾ ഇനി സ്കൂളിലേക്ക് കൂടുതൽ സ്റ്റുഡൻസ് എത്തിക്കാനുള്ള ഒരു സൊല്യൂഷൻ വേണം. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ 2 ഓപ്ഷൻസ് ഇവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയാൽ ദാറ്റ് ഇസ് ഓൾസോ വർത്ത് ഇറ്റ്. ഏറ്റവും ആദ്യം നമ്മളുടെ പരീക്ഷ ഡിസംബറിൽ നടക്കാൻ പോകുന്ന ആ ഒരു കോൾ അത് മാറ്റിവെക്കാൻ റിക്വസ്റ്റ് ചെയ്യണം. വെരി വെരി ഡുവബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. റേഷ്യോൻ്റെ കാര്യം എനിക്കറിയില്ല, ഡുവബിൾ ആണ് ഈ കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഓണസ്റ്റ്ലി PSC പരീക്ഷ എഴുതുന്നതിന് വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് വളരെ കുറച്ച് അഡ്മിഷൻസ്, വളരെ കുറച്ച് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് മാത്രമേ ഉള്ളെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഗവൺമെൻറ് ജോലികൾ എന്ന ഈ പരീക്ഷ? ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ് ടു മീ. ഇനി ഞാൻ മിസ്സായ വല്ല കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഐ ഹാവ് ടു റിയലി തിങ്ക് അബൌട്ട് ഇറ്റ്. ഇതിൽ ഏറ്റവും വലിയ സംഭവം എന്ന് എനിക്ക് തോന്നുന്നത് കുറേ അധികം പ്രൈവറ്റ് സ്കൂൾസ് ഉണ്ട്. മനസ്സിലായില്ലേ? പേഴ്സണൽ പ്രൈവറ്റ്ലി മാനേജ് സ്കൂൾസ്. ഞാൻ പഠിച്ചൊരു പ്രൈവറ്റ് സ്കൂളിലാണ്. അതും അവർ വലിയ ഫീസ് വാങ്ങിക്കുന്ന പ്രൈവറ്റ് സ്കൂൾസ് ഉണ്ട്, ചെറിയ ഫീസ് വാങ്ങിക്കുന്ന പ്രൈവറ്റ് സ്കൂൾസ് ഉണ്ട്, എയ്ഡഡ് സ്കൂൾസ് ഉണ്ട്, ഇടയിൽ നിൽക്കുന്ന സ്കൂൾസ് ഉണ്ട്, ആൻഡ് ദെൻ ഗവൺമെൻറ് സ്കൂൾസ് ഉണ്ട്. സോ ഇന്ത്യ പോലത്തെ ഒരു മഹാരാജ്യത്ത് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരുമ്പം പതുക്കെ ഈ ഗവൺമെൻറ് സാധനത്തിനൊക്കെ വാല്യൂ കുറയും. ദിസ് ഇസ് ഹൗ ലൈഫ് ഈസ്, യു നോ. തിങ്സ് ഇറ്റ്സ് നോട്ട്, നമുക്കിവിടെ നിന്ന് പറയാം ആ സ്കൂൾ അടയ്ക്കണം, ഈ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? യു ഹാവ് ടു ബ്രിങ് യുവർ ക്വാളിറ്റി അപ് ടു ദ ക്വാളിറ്റി ഓഫ് ഒരു ഈക്വൽ സ്റ്റാൻഡിങ്ങിൽ കൊണ്ടുവരണം. എഡ്യൂക്കേഷൻ യൂസ് ചെയ്തിട്ട്, യൂസ് എഡ്യൂക്കേഷൻ, ദാറ്റ് ഇസ് ദ പവർഫുൾ ടൂൾ. ഇതിൽ ഇരിക്കുന്ന AC റൂമാണെന്നോ യുനോ കുഷനിട്ട കസേരയാണെന്നോ അല്ല അവിടെ ഇമ്പോർട്ടൻറ്റ്. നല്ല ടീച്ചേഴ്സ് വരണം, നല്ല ഹെഡ് മാസ്റ്റേഴ്സ് വരണം, അവരെ നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊണ്ടുവരണം, അവർക്ക് ഓപ്പർച്യൂണിറ്റി നൽകണം, അവർ വന്ന് നല്ല രീതിയിൽ പഠിപ്പിക്കണം. എന്നിട്ട് ആ സ്കൂളിൽ നിന്നും നല്ല റിസൾട്ട്സ് വരണം, അവരുടെ ജീവിതത്തിൽ നന്നായി ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ വർഷങ്ങളെ കണ്ടിന്യൂസ്ലി ചെയ്താൽ മാത്രമേ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന് ഒരു റാമിഫിക്കേഷൻ, ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. മനസ്സിലായില്ലേ? അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ദിസ് ഇസ് ഗോയിങ് ടു ബി എ പ്രോബ്ലം ദാറ്റ്സ് ഗോയിങ് ടു ഗോ ഓൺ ഫോർ എവർ. ബട്ട് immediate solution, like I said, the government should listen to you guys. The government should ഈ പരീക്ഷ നടത്തേണ്ട പരീക്ഷ അത് മാറ്റി വെക്കണം. ബിക്കോസ് ഇപ്പോൾ നടത്തിയിട്ട് കാര്യമില്ല, ആർക്കും ജോലിയില്ല. ആൻഡ് പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഒരു മാസ് പ്രൊട്ടസ്റ്റ് ഡേ വല്ലതും വെക്കണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ദിസ് ഈസ് എ ബിഗ് ഇഷ്യൂ ആൻഡ് കുറേ ആൾക്കാർ അവരുടെ എന്താ പറയുക ഹോപ്സ് ആൻഡ് ആഗ്രഹങ്ങളൊക്കെ ടൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എക്സാമിനേഷൻ കൂടെയാണ്. സോ ഐ എം റിയലി ഹോപ്പിംഗ് ദാറ്റ് സംതിങ് ഹാപ്പൻസ്. Again, like I said, I don't know how, in what other ways I can help, but it's a lot of people and എന്താ പറയുക, it's I know that ഈ സ്റ്റുഡൻസ് ട്രൈ ചെയ്യുന്നുണ്ട്. ബിക്കോസ് അങ്ങനെ കുറച്ച് വീഡിയോസ് ഇപ്പം മണ്ണ് കഴിച്ചും മുട്ടുത്തി അതൊക്കെ ഞാൻ കണ്ടു. I saw all that. Sometimes it takes time, but you need to come together. നമ്മൾ ഓൾറെഡി ആ ഒരു power of the people കണ്ടു. And I feel like we all do need to come together and you know, let's have a dialogue. How else we can go forward with this? I'm sure അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ അറിവുള്ള ആൾക്കാരുണ്ടാവും. ഞാൻ വളരെ ജനറലി ആണ് തൊട്ട് പറഞ്ഞത്. ഞാൻ കുറച്ച് പേരെടുത്ത് സംസാരിച്ചിട്ട് കുറച്ച് വീഡിയോസ് ഞാൻ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നോക്കാം. നിലവിൽ നമ്മൾ ഈ റാങ്ക് ലിസ്റ്റ് എന്നുള്ളതിലുപരി ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖല തകർക്കപ്പെടുന്നത്, നമ്മുടെ കണ്ണിന് മുന്നിൽ തകർക്കപ്പെടുന്ന ഈ സന്ദർഭത്തിലാണ് നമ്മൾ സമരത്തിലോട്ട് എത്തിപ്പെട്ടത്. വർഷങ്ങൾ പഠിച്ചിട്ടാണ് ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതും ജോലി പ്രതീക്ഷിച്ച് നമ്മൾ നിൽക്കുന്നതും. അങ്ങനെ നമ്മൾ ജോലി പ്രതീക്ഷിച്ച് 2ാമത്തെ അധ്യയന വർഷത്തിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ അന്ന് കഴിഞ്ഞ കാലങ്ങളില് 4000-5000 ആളുകൾ ജോലിയിൽ പ്രവേശിച്ചെടുത്ത് ഇന്ന് 1ാം റാങ്കുകാരൻ വരെ ജോലിയില്ലാതെ പുറത്തു നിൽക്കുന്ന ഒരു സന്ദർഭം. അധ്യാപകരാകാനായിട്ട് ആഗ്രഹിച്ച് വന്ന ആൾക്കാരുടെ ഒരു അവസ്ഥയാണ്. നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ 22ാമത്തെ ദിവസമാണ് ഈ ഒരു സമരമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്നീ ഒരു ദിവസമായപ്പോഴത്തേക്കിനും നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട്, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ വരെയും നമ്മുടെ ഈ ഒരു പ്രശ്നം വേണ്ടത്ര രീതിയിലൊരു പൊതു ശ്രദ്ധ പിടിച്ചിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്നൊരു ദിവസത്തിൽ ആ ഒരു ചിന്തകൾക്കൊക്കെ കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട്. രാപ്പകൽ നിരാഹാര സമരമാണ്. സോ ഞാൻ വെറുതെ ആലോചിച്ചപ്പോൾ ലൈക്ക് ഐ സെഡ്, വൺ ഓഫ് ദ തിങ്സ് ഐ തോട്ട് വാസ് ഗവൺമെൻറ് എയ്ഡഡ് സ്കൂൾസിൽ PSC പരീക്ഷ പാസ്സായ ആൾക്കാരെ ടീച്ചേഴ്സായി ആക്കണം അല്ലേ? ദാറ്റ് ഇസ് വൺ വേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കോഴ കീഴ ഒക്കെ അവോയ്ഡ് ചെയ്യാം. ദാറ്റ് ഇസ്
one possible solution. Another solution is എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങൾ നോക്കുമ്പോൾ the number of private schools have gone up a lot. ഇതിന് പെർമിഷൻ കിട്ടുന്നതുകൊണ്ടാണ് അത്രയധികം സ്കൂൾസ് വരുന്നത്. ചെറിയ സ്കൂൾസും അങ്ങനെ കുറേ സ്കൂൾസ് ഉണ്ട്. എല്ലാ സ്ട്രീറ്റിലും ഇപ്പോൾ സ്കൂൾസ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കൂൾസ്. കിൻഡർ ഗാർട്ടൻ മാത്രം, ലോവർ പ്രൈമറി മാത്രം, അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ആൻഡ് ഡിഫറെൻറ്റ് ബഡ്ജറ്റ്സ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. ഐ തിങ്ക് അതിൻ്റെ നമ്പേഴ്സും ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ, അതിൻ്റെ രജിസ്ട്രേഷനും പെർമിഷനും ഒക്കെ കൊടുക്കുന്ന ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ ഒരുപക്ഷെ ഗവൺമെൻറ് സ്കൂൾസിലേക്കും ഒക്കെ കുറച്ചുകൂടെ ആൾക്കാർ എത്താൻ സാധ്യതയുണ്ട്. ഓഫ് കോഴ്സ് ഒരു ഫിനാൻഷ്യലി നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് സ്കൂൾസ് ഈസ് ഫോർ ദ പീപ്പിൾ ഹു കുറച്ചുകൂടെ അത് ബഡ്ജറ്റ് വൈസ് ബെറ്റർ ആണ്. ബട്ട് ദീസ് ആർ ഓൾ ഓപ്ഷൻസ് ദാറ്റ് ക്യാൻ ബി കൺസിഡേർഡ്. ഇതൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇറ്റ് മേക്സ് സെൻസ്. ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് മേക്സ് സെൻസ്. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് സ്കൂൾസിലേക്ക് ആരും പോകാത്തത് എന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രൈമറി ഇഷ്യൂ. ആ പ്രൈമറി ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൊല്യൂഷൻസ് നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രമേ ഈ PSC വരെ ഇതെത്തൂ. ദാറ്റ് ഇസ് എ പ്രോബ്ലം. The problem lies in the baseline of it all, in the foundation. And ആ ഫൗണ്ടേഷൻ ഒരു ബിൽഡിംഗ് ഇട്ട് കഴിഞ്ഞാൽ അത് ശരിയാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളത് പൊളിച്ച് പണിയേണ്ടി വരും. അവിടെയാണ് നമ്മളുടെ പ്രശ്നം. How do we solve this? We have to start right at the beginning, and that's a tough one. It's a tough one. It's a lot of effort. ആ എഫേർട്ട് എടുക്കാൻ വേണ്ടി ഉള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം അല്ലേ. We'll wait and see what happens. അല്ലെങ്കിൽ നമുക്ക് ടെമ്പററി സൊല്യൂഷൻസ് ആയിട്ട് ഇങ്ങനെ തട്ടി പോവാം. അതാണിപ്പോൾ നടക്കുന്ന കുറേ വർഷമായിട്ട് നമ്മളെല്ലാവരും അതാ ചെയ്യുന്നത്. ഈ ലോകത്തിൻ്റെ ഭാഗമായിട്ട് ആ കൊച്ചുങ്ങൾ ഡൽഹിയിൽ അതൊന്ന് മാറ്റാനൊന്നൊന്ന് ഇളക്കിയിട്ടുണ്ട്. എന്നാലും കുറേ പ്രശ്നങ്ങൾ അത് ചുറ്റുപറ്റി ഇനിയും വരും. That's how life is, that's how the world is, that's how the society is. But if you are okay with temporary solutions, all of this works. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ will help. I really hope that we can stick together. That's very important. I think sticking together. To once again tell you, let us not get biased by politics. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ അതിൻ്റെ ചർച്ച നടത്തി ഈ സിസ്റ്റമിക് പ്രോബ്ലം എങ്ങനെ മാറ്റാം ഇൻ ദ കമ്മിങ് ഡേയ്സ് എന്ന ഒരു ചിന്ത കൂടെ ഇതിൻ്റെ പാരലലി പോയാൽ മാത്രമേ ഫ്യൂച്ചറിലേക്കും ഇതൊരു അഡ്വാൻറ്റേജ് ആവും. നിങ്ങൾക്ക് ജോലി കുറച്ച് പേർക്ക് കിട്ടിയാൽ നിങ്ങൾ ഈ പ്രൊട്ടസ്റ്റ് നിർത്തിയാൽ കഴിഞ്ഞു. ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമല്ലേ, കുറേ നാളായിട്ട് നടക്കുന്ന സംഭവമല്ലേ. സോ ഇറ്റ് ഈസ് ഒരു ചെറിയ പ്രശ്നമല്ല ഇത്. ഇറ്റ് ഈസ് എ ബിഗർ ലാർജർ ഇഷ്യൂ ആൻഡ് ഇറ്റ് ഹാസ് ടു ബി ഡെൽറ്റ് with the right way, but it's a very tough one to navigate. It's a very tough one. But നമ്മൾ ഓൾറെഡി ഒരു വളരെ സക്സസ്ഫുള്ളി പ്രൊട്ടസ്റ്റ് നടത്തി ജയിച്ച സ്റ്റുഡൻസിൻ്റെ ഇത് കണ്ടു. സോ നമുക്കത് പ്രചോദനമായി എടുക്കാം. ആൻഡ് അതിൽ നിന്നും നമുക്ക് ഇതും നേടിയെടുക്കാനുള്ള ഒരു ഊർജ്ജം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് ട്രൈ our best to see if we can communicate this effectively to the government, and if so we need to stick together, and let's try for our best. ഇല്ല നാളെ വരാം. ഞാൻ ഇപ്പോൾ ഓക്കെയാണ്. കുഴപ്പമില്ല സാർ, ഞാനിപ്പോൾ ഓക്കെയാണ് സാറേ. ഡോക്ടർക്കുള്ള ഈ കൺസേൺ സർക്കാരിനും വേണ്ടേ? ഞാനിപ്പോൾ ഓക്കെയാണ്. രാവും പകലും നിന്നവളെ